ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബൈക്കിൽ കാന്തല്ലൂർക്കാണ്. കാന്തല്ലൂർ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വെളുപ്പിന് 4:30 കാലടിയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഏകദേശം 150 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് കാന്തല്ലൂർക്ക്. നമ്മളങ്ങനെ നേരിമംഗലം പാലം എത്തി. ഇവിടെ നിന്ന് മൂന്നാർക്കുള്ള ദൂരം 60 കിലോമീറ്റർ ആണ്. അതിലെ എറണാകുളം ജില്ല, ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നേരിമംഗലം പാലം. 1935 തുറന്ന ഏഷ്യയിലെ ആദ്യത്തെ എ ക്ലാസ് കമാന പാലമാണ് ഈ പാലം. പാലത്തിന് 214 മീറ്ററാണ് നീളം. ശർക്കരയും ചുണ്ണാമ്പും കലർന്ന സുർക്കിയും ഗ്രാനൈറ്റും കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1961-ലെയും 2018-ലെയും മഹാപ്രളയത്തെ അതിജീവിച്ച പാലമാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പാലത്തിന് തൊട്ട് അടുത്തായിട്ട് പുതിയൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നേരിമംഗലം പാലത്തിന് 4.9 മീറ്ററാണ് വീതിയുള്ളൂ. നമ്മൾ ആദ്യത്തെ ഹെയർ പിന്ന് കയറാൻ പോവാണ്. ഇനി അങ്ങോട്ടേക്ക് കുറേ അധികം ഹെയർ പിന്നുകളുണ്ട്. ഈ ഹെയർ പിൻ ഓപ്പൺ ചെയ്ത് കൊടുത്തത് തിരുവിതാംകൂർ മഹാരാജാവ് സേതുലക്ഷ്മി ബായി ആണ്. അത് ഓപ്പൺ ചെയ്തതിനെ കുറിച്ചുള്ള ചെറിയൊരു ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ആ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഹൈ റേഞ്ചിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന നേരിമംഗലം പാലം പണി കഴിപ്പിച്ചതും തിരുവിതാംകൂർ മഹാരാജാവ് സേതുലക്ഷ്മി ബായി തന്നെയാണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ചീയപ്പാറ വാട്ടർഫാൾസ്. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ആണിത്. പക്ഷെ ഇപ്പോൾ ഈ വിഷ്വലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അങ്ങനെ വെള്ളമൊന്നുമില്ല. വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ മഴ ഇപ്പോൾ പെയ്തു തുടങ്ങി. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ മഴ ശക്തിപ്പെടുന്നതോടുകൂടി ഇത് നല്ലൊരു വാട്ടർഫാൾസ് ആയിട്ട് മാറും. അപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി കഴിയുമ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. നമ്മൾ അടിമാലി ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയാണ് കഴിച്ചത്. അത് കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. കല്ലാർ വാട്ടർഫാൾസ് ആണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാട്ടർഫാൾസിൽ കുറച്ച് വെള്ളമാണ് ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ വാട്ടർഫാൾസ് കണ്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മഴയൊക്കെ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വളരെ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന രീതിയിലേക്ക് നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ കാഴ്ചയിൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആയിട്ട് ഇത് മാറും. കരടിപ്പാറ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. മൂന്നാറിൽ നമ്മൾ അടിമാലി കയറി വരുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി ശാന്തമായിട്ട് മഴയൊക്കെ മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൺമുന്നിലേക്ക് തേയിലത്തോട്ടങ്ങൾ എത്തി. മൂന്നാറിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നതും കണ്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ മൂന്നാർ തേയിലത്തോട്ടങ്ങൾ. അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ മൂന്നാർ തോട്ടങ്ങളുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് മൂന്നാർ ജംഗ്ഷനിലേക്ക് എത്തുള്ളൂ. അതിന് തൊട്ട് മുന്നായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. മൂന്നാറിൽ നിന്ന് പള്ളിവാസൽ ജലവൈദ്യുത നിലയത്തിലേക്ക് പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിപ്പമേറിയ കൂറ്റൻ പൈപ്പുകളാണ് ഈ പൈപ്പുകൾ. തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി മൂന്നാറിൽ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരിക്കും ഇത്. അതുപോലെ തന്നെ ഉപ്പിലിട്ട ചാമ്പങ്ങ, മാങ്ങ, ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് യൂക്കാലി മരങ്ങളാണ്. യൂക്കാലി മരത്തോട്ടമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടേക്ക് മുൻപൊക്കെ പോകുമ്പോൾ കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കമ്പി കൊണ്ടൊരു വേലി കെട്ടിയിട്ടുണ്ട്. മൂന്നാർ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മൂന്നാർ ജംഗ്ഷനിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്കായി തുടങ്ങി. വളരെയധികം വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന, അത് ആളുകളാൽ തിങ്ങി നിറഞ്ഞ ഒരു സിറ്റി തന്നെയാണ് മൂന്നാർ. നമുക്ക് പോകേണ്ടത് മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർക്കാണ്. നമുക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുന്നത് മറയൂർ റൂട്ട് വഴിയാണ് കാന്തല്ലൂർക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വഴിയിൽ റൈറ്റ് സൈഡ് കണ്ടില്ലേ, ബോർഡിൽ മറയൂർ എന്ന് എഴുതിയിരിക്കുന്നു. മറയൂർ വഴി കാന്തല്ലൂർക്ക്, ഈ വഴിയിലൂടെയാണ് നമ്മൾ കാന്തല്ലൂർക്ക് പോകുന്നത്. ഇരവികുളം നാഷണൽ പാർക്ക്. ഈ പാർക്കിൽ അകത്ത് കയറി വിസിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ അടുത്ത വ്ലോഗിൽ വരുന്നതായിരിക്കും. അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. ഇനി നമ്മുടെ ചുറ്റും തേയിലത്തോട്ടങ്ങളിലൂടെയാണ് നമുക്ക് മറയൂരിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കണ്ണത്ത ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടമാണ്. ആ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഒരു പള്ളിയും അമ്പലവും ഒക്കെ അടുത്തുണ്ടായിട്ടൊരു ടേണിങ്. അതിനോട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് കുറെ ആൾക്കാർ നടന്നു വന്ന് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്തൊരു വീഡിയോ ആണത്. കാരണം നമ്മളിൽ നിന്ന് അത്രയും ദൂരെയാണ് അവർ നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഈ കാഴ്ചകൾ കാണാനായിട്ട്. നമുക്ക് ഈ കാന്തല്ലൂർക്കുള്ള പോകുന്ന യാത്രയിൽ ഏറ്റവും ഫീലിംഗ് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാറിലധികം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് താഴ്ത്തായിട്ട് കണ്ട ഒരു ഗ്രാമമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കുറേ ചെറിയ ചെറിയ വീടുകളും എല്ലായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇവർക്ക് ആ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വഴിയിലൂടെ ഒരു ചേച്ചി നടന്നു പോകുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർ പിൻ പോലെ വളഞ്ഞു തിരിഞ്ഞുമാണ് ആ വഴി പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടൊരു തേയില ഫാക്ടറിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലായിട്ട് നട്ടു വളർത്തിയ മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല ചുവന്ന് തുടുത്ത് ഭയങ്കര മനോഹരമാണ് ഈ കാഴ്ച കാണാനായിട്ട്. കാരണം ഒരു വളവ് തിരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കാഴ്ചയെ കണ്ടതാണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഈ കാഴ്ച. അതുപോലെ തന്നെ ഈ തേൻ കൊണ്ട് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ആ വണ്ടി ഓടിച്ചു പോകുന്നത്. പിന്നെ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാടിന്റെ സൈഡിലൊക്കെ കണിക്കൊന്നയാണ് ആ മഞ്ഞ കളറിൽ പൂവായിട്ട് പൂത്ത് നിൽക്കുന്നത്. ഒരുപാട് മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ കണിക്കൊന്നയാണ് ആ കാണുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണിക്കൊന്നകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഭയങ്കര മനോഹരമാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ വെള്ളപ്പൂ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കാപ്പിയാണ്. കാപ്പി കൃഷി നടത്തുന്നതാണ്. എല്ലാ കാപ്പിത്തൈകളുമേ ഒരുമിച്ച് പൂട്ട് നിൽക്കുന്നതാണ്. ഇവിടെ എന്തും നല്ല മണമാണ്. കാപ്പിയുടെ പൂവിന്റെ മണത്തിന് നല്ല മണമാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ചന്ദനമരങ്ങളുടെ തോട്ടമാണ്. ചന്ദനമരങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നതിന്റെ ഒരു സൈഡ് മുഴുവൻ ചന്ദനക്കാടുകളാണ്. ഒരുപാട് ചന്ദനമരങ്ങളുണ്ട്. എല്ലാ ചന്ദനമരത്തുമേയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മരത്തുമ്മ തൊടാനോ അതിൽ നിന്ന് കൊമ്പൊടിക്കാനോ പറിക്കാനോ ഒന്നും പാടുള്ള എല്ലാം നിയമവിരുദ്ധമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ചന്ദനമരങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ മറയൂരെത്തി. മറയൂര് ബസ് സ്റ്റോപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീപ്പുകളും ഓട്ടോറിക്ഷകളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറയൂര് അത്യാവശ്യം നല്ലൊരു ജംഗ്ഷനാണ് മറയൂര്. നമുക്ക് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് വേണം പോകുമ്പോഴാണ് കാന്തല്ലൂർക്ക് തിരിയുന്ന ജംഗ്ഷൻ എത്തുന്നത്. നമ്മളിപ്പോൾ മറയൂരിന്റെ അടുത്തൊരു ജംഗ്ഷന്റെ സൈഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട ബോർഡ് കണ്ടില്ലേ, കാന്തല്ലൂര് നേരെ പോയ ഉടുമ്പൽപേറ്റ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് കാന്തല്ലൂർക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കാന്തല്ലൂർക്ക് ഉള്ള യാത്ര നമ്മൾ തുടരാണ്. വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്.
ഗ്രാമപഞ്ചായത്ത് വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കാന്തല്ലൂർക്കുള്ള പഞ്ചായത്തിലേക്കുള്ള എൻട്രി കൂടെ അകത്തേക്ക് കയറി. ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനത്തെ ഫസ്റ്റത്തെ ഹെയർ പിന്നാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 9 ഹെയർ പിൻ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. ഹെയർ പിൻ കയറി കുറച്ച് മുകളിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുപ്പിച്ച് വരുന്ന 2 ഹെയർ പിന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. താഴെ നിന്നൊരു ജീപ്പ് കയറി വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആനക്കോട്ടപ്പാറ പാർക്കാണ്. ഇതിന്റെ അകത്താണ് മുനിയറകളുള്ളത്. ഈ വഴി പോകുന്ന ബൈക്ക് യാത്രക്കാരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ട ജീപ്പുകാരുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമില്ലാതാണ് അവർ വരുന്നത്. പലപ്പോഴും എനിക്ക് തന്നെ ബൈക്ക് ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, അതിപ്പോൾ പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ നമ്മളിന്ന് ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും അവർ ആ ജീപ്പ് ഓവർടേക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കണ്ടാലും അവർ ബ്രേക്ക് ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. നമ്മൾ തന്നെ സൈഡ് ഒതുക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ചില സൈഡുകളിൽ ബൈക്കിന് സൈഡ് ഒതുക്കാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓടിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഈ റൂട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം ഞാനിത് അവിടുത്തെ ഒരു ജീപ്പുകാരനായിട്ട് ഞാനിത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യണവരല്ല. ഈ ടൂർ പാക്കേജ് ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ അവരുടെ ടൈമൊക്കെ വെച്ച് അവരൊന്നും നോക്കാതെ ആ റൂട്ടിൽ കൂടെ അങ്ങോട്ട് ഓടിക്കുകയാണ്. വഴിക്ക് ഇതുപോലുള്ള ധാരാളം ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെയെല്ലാം കയറി അത് ഉണ്ടാക്കുന്നതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിനും പോകുന്ന വഴിയിൽ ഇരുവശത്തായിട്ട് കരിമ്പും തോട്ടങ്ങൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് കാന്തല്ലൂർ ജംഗ്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് നമ്മൾ കാന്തല്ലൂർ ജംഗ്ഷന്റെ അടുത്ത് എത്താറായി കഴിഞ്ഞു. ഈ കാണുന്നതാണ് കാന്തല്ലൂർ ജംഗ്ഷൻ. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ മൂന്നാർ തണുപ്പില്ലാത്ത സമയത്തും ഇവിടെ തണുപ്പുണ്ടാവാറുണ്ട്. ശരിക്കും ഇപ്പോൾ മൂന്നാറിനേക്കാളും നല്ല തണുപ്പ് കാന്തല്ലൂർ എത്തിയപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് താമസിക്കാനുള്ള റിസോർട്ടിലേക്ക് പോവാണ്. നമ്മൾ താമസിക്കുന്ന അശോകവനം റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് സൈഡിലായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു മലയുടെ സൈഡിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഏർമാടമാണ്. ഈ ഏർമാടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യം നമുക്കുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു. കാന്തല്ലൂർക്കുള്ള ബൈക്ക് യാത്ര എന്ന് പറയുന്ന വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ലോഗ്സ്. താങ്ക് യു.